വലിയൊരു തട്ടിപ്പിനെക്കുറിച്ച്, പ്രത്യേകിച്ച് കേരളം മുഴുവൻ ചർച്ച ചെയ്യപ്പെട്ടിട്ടുള്ള ഒരു തട്ടിപ്പ്, ആ തട്ടിപ്പ് പര്യവസാനിക്കാൻ വേണ്ടി പോവുകയാണ്. ബ്രഹ്മഗിരി ഡെവലപ്മെൻറ്റ് സൊസൈറ്റി എന്ന് പറഞ്ഞുകൊണ്ടൊരു സൊസൈറ്റി CPMൻ്റെ നേതൃത്വത്തിൽ വയനാട് ജില്ലയിൽ രൂപീകരിക്കുകയും ഏകദേശം ഒരു 50,000 ആളുകളിൽ നിന്ന് അതിൻ്റെ ഗുണഭോക്താക്കളാക്കി പ്രഖ്യാപിക്കുകയും അവരുടെ കയ്യിൽ നിന്ന് ഫണ്ട് കളക്ട് ചെയ്യുകയും ചെയ്തിട്ട് ഉണ്ടാക്കിയിട്ടുള്ളൊരു സൊസൈറ്റി. ലക്ഷക്കണക്കിന് കോടിക്കണക്കിന് രൂപയാണ് ഈ ആളുകളുടെ കയ്യിൽ നിന്ന്. അത് സാധാരണക്കാരുണ്ട്, പാവപ്പെട്ടവരുണ്ട്, ഇടത്തരക്കാരുണ്ട്, അങ്ങ് ഗൾഫിലും വിദേശ രാജ്യങ്ങളിലും അടക്കമുള്ള ആളുകളിൽ നിന്ന് അതായത് ഓരോരുത്തരെ കൊണ്ട് കഴിയാവുന്ന രീതിയിലുള്ള സഹായങ്ങൾ അല്ലെങ്കിൽ സാമ്പത്തികം മുഴുവൻ, അവരുടെ പരമാവധി സഹായങ്ങൾ മുഴുവൻ ഈ ബ്രഹ്മഗിരി സൊസൈറ്റിയിലേക്ക് CPMൻ്റെ നേതാക്കൾ, വയനാട് ജില്ലയിലെ നേതാക്കൾ, ഇത് വലിയൊരു സ്ഥാപനമാണ്, വലിയൊരു സംഭവമാണ്, വരുന്ന കാലഘട്ടത്തിൽ ബാങ്ക് പലിശയേക്കാൾ വലിയ പലിശ നിങ്ങൾക്ക് തരാൻ സാധിക്കുമെന്നുള്ള തരത്തിൽ പറഞ്ഞ് പ്രചരിപ്പിച്ച് ആളുകളെ കൊണ്ട് നിക്ഷേപിച്ച ഒരു സൊസൈറ്റി. വെറും 10 വർഷക്കാലം കൊണ്ട് ആ സൊസൈറ്റി അടിമുടി അഴിമതിയിൽ മുക്കിക്കുളിച്ച് അവിടെയുള്ള അതിൻ്റെ നേതൃത്വത്തിലുണ്ടായിരുന്ന, ഡയറക്ടർ ബോർഡിലുണ്ടായിരുന്ന നേതാക്കന്മാർ ആ സൊസൈറ്റിയെ ദുരുപയോഗം ചെയ്തുകൊണ്ട് ഇവിടെ ഉണ്ടായിരുന്ന ഫണ്ടുകൾ മുഴുവൻ വകമാറ്റി ചെലവഴിച്ച് അവരുടെ പേഴ്സണൽ ആവശ്യത്തിന് ഉപയോഗിച്ച് ആ കമ്പനിയിൽ നിന്ന് വല്ലാത്തൊരവസ്ഥയിലേക്ക് കൂപ്പുകുത്തുന്ന ഒരു സാഹചര്യത്തിലേക്ക് എത്തിച്ചിരുന്നു. ഇതിനുശേഷം അതിൻ്റെ ഏറ്റവും പ്രധാനിയായിരുന്ന ബത്തേരിയിലെ മുൻ MLA ആയിരുന്ന കൃഷ്ണപ്രസാദ് അദ്ദേഹം ഈ നാട് വിട്ട് പോകുന്നൊരു MLA ആയിരുന്നെന്ന് ആലോചിക്കണം. മുൻ MLA ആണ്, ഒരു നാട്ടിലെ പൊതു സമ്മതനായിട്ടുള്ള ഒരാൾ. ഈ നാട്ടുകാരുടെ കയ്യിൽ നിന്ന് മുഴുവൻ പണം പിരിക്കാൻ മുന്നിൽ നിന്ന ആൾ അദ്ദേഹം ഈ നാട് തന്നെ വിട്ടുപോകുന്നൊരു സാഹചര്യമുണ്ടായി. അതിനുശേഷം ഈ നിസ്സഹായരായിട്ടുള്ള ഈ പാവങ്ങൾ അവരുടെ എന്താ പറയുക, പെൻഷൻ പണം ഈ സൊസൈറ്റിയിൽ ഇട്ടിട്ടുണ്ട്, വിദേശത്ത് നിന്ന് പണിയെടുത്തിട്ടുള്ള പണം അവിടെ കൊണ്ടിട്ടിട്ടുണ്ട്, കുടുംബശ്രീയിലൂടെയുള്ള പണം അവിടെ കൊണ്ടിട്ടുണ്ട്, തൊഴിലുറപ്പിലൂടെ കൊട്ടിയിട്ടുള്ള പണം അവിടെ കൊണ്ടിട്ടുണ്ട്. ഇതെല്ലാം തിരിച്ചു കൊടുക്കുമെന്ന് പറഞ്ഞുകൊണ്ട് പിന്നീട് ഒരു ആക്ഷൻ കമ്മിറ്റി ഉണ്ടാക്കുകയും ആക്ഷൻ കമ്മിറ്റിയുടെ തലപ്പത്ത് CPMൻ്റെ തന്നെ നേതാക്കന്മാരെ നിയോഗിക്കുകയും ആ CPMൻ്റെ നേതാക്കന്മാർ അവർക്ക് വേണ്ട എല്ലാ കാര്യങ്ങളും നേടിയെടുക്കുകയും അതോടൊപ്പം ഈ പാവങ്ങളെ ഇന്ന് ഫാക്ടറി തുറക്കും, നാളെ ഫാക്ടറി തുറക്കും, ബോച്ചെ ഏറ്റെടുക്കാൻ വേണ്ടി പോകുന്നു, ഹിന്ദിക്കാരെ ഏറ്റെടുക്കാൻ വേണ്ടി പോകുന്നു, വിദേശത്തുള്ള കമ്പനി ഏറ്റെടുക്കാൻ വേണ്ടി പോകുന്നു എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ നീട്ടി കൊണ്ടുപോയി ഈ കഴിഞ്ഞ ലോക്കൽ ബോഡി തെരഞ്ഞെടുപ്പും CPM നല്ല രീതിയിൽ ആ ബ്രഹ്മഗിരിയെ തന്നെ മുന്നിൽ നിർത്തിക്കൊണ്ട് തുറക്കുമെന്നുള്ള പ്രതീക്ഷ വെച്ചുകൊണ്ട് ജനങ്ങളെ പറ്റിച്ച് ലോക്കൽ ബോഡി തെരഞ്ഞെടുപ്പ് മുന്നോട്ട് പോയി. അതിനുശേഷം ഈ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ CPM അടിപടലം, പ്രത്യേകിച്ച് വയനാട് ജില്ലയിൽ ഈ ബ്രഹ്മഗിരി വിഷയം ജനങ്ങൾ കൃത്യമായി ഏറ്റെടുക്കുന്ന ഒരു സാഹചര്യത്തിൽ ഇവരുടെ നേതൃത്വം ഇടപെട്ടുകൊണ്ട് പറഞ്ഞു, ഹിന്ദി അതായത് ഉത്തർപ്രദേശിൽ നിന്നോ മറ്റ് ഉത്തരേന്ത്യയിൽ നിന്ന് ഏതൊക്കെയോ ഫാക്ടറി ഇത് ഏറ്റെടുക്കാൻ വേണ്ടി പോവുകയാണ്, സംസ്ഥാന സർക്കാർ ഇതിന് ഫണ്ട് വകവെച്ചിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞ് ഈ തെരഞ്ഞെടുപ്പും ഇതിനിടയിൽ കൂടെ നടക്കുകയുണ്ടായി. യഥാർത്ഥത്തിൽ എന്താണ് സംഭവിച്ചെന്നറിയോ? CPM നേതാക്കളെ കൊണ്ട് ഈ ഫാക്ടറി തുറക്കുമെന്നുള്ള ഒരു പുകമുറ ഉണ്ടാക്കിക്കൊണ്ട് മീനങ്ങാടിയിലെ 2 ആളുകൾ ഈ ഫാക്ടറിക്കെതിരെ കേസ് കൊടുത്തത്, കേസ് നടക്കുന്ന വിവരം പൊതുജനങ്ങൾ അറിയാതിരിക്കാൻ വേണ്ടി ഇത്തരത്തിലുള്ള അതായത് ഈ ആക്ഷൻ കമ്മിറ്റിയെ കൊണ്ട് അത് പുറത്തറിയിക്കാതെ ഈ 2 പേർ കേസ് കൊടുത്തത് യഥാർത്ഥത്തിൽ CPM അതിൽ ഈ ഫാക്ടറിയിലെ ഡയറക്ടർമാർ ഉൾപ്പെടെയുള്ള CPM നേതാക്കൾ അതിൽ തോറ്റുകൊടുത്ത് ഇപ്പോൾ എന്തായി? കോടതി വിധി വന്നു. തെരഞ്ഞെടുപ്പ് കഴിഞ്ഞു, കോടതി വിധി വന്നു. എന്താണ് കോടതി വിധി? ആ സാധനം ഈ 2 പേർക്ക് അനുകൂലമായി വിധിയായി ആ ഫാക്ടറിയും അനുബന്ധ സംവിധാനങ്ങളും ജൂലൈ മാസം 8-ാം തീയതി ജപ്തി ചെയ്യാനുള്ള ഉത്തരവായിരിക്കുകയാണ്. ഇനി നാളെ പറയാൻ പോകുന്നത് എന്താണെന്നറിയോ? ഞങ്ങളിത് തുറക്കാൻ വേണ്ടി നിൽക്കുകയായിരുന്നു, അപ്പോഴാണ് കോടതി വിധി ഇങ്ങനെ വന്നത്, ഇനി ഞങ്ങൾ എന്ത് ചെയ്യാനാണ് എന്ന് പറഞ്ഞ് ഓരോരുത്തരായി ഊരാൻ വേണ്ടി പോവുകയാണ്. ഈ പാവങ്ങളുടെ ഈ 19,000 ആളുകളുടെ പണം ഈ വൃഥാവിലാവാൻ വേണ്ടി പോവുകയാണ്, നഷ്ടപ്പെടാൻ വേണ്ടി പോവുകയാണ്. ആർക്കും ഒരു രൂപ പോലും കിട്ടാതെ ഒരു വലിയ തട്ടിപ്പ് കമ്പനിയിലൂടെ വലിയ കൊള്ള ലാഭം ഉണ്ടാക്കിക്കൊണ്ട് ഇവിടുത്തെ നേതാക്കന്മാർ, പ്രത്യേകിച്ച് ഇടതുപക്ഷത്തിൻ്റെ CPMൻ്റെ നേതാക്കന്മാർ ഈ നാട് പോകുന്ന സാഹചര്യം, നാട്ടിലുള്ള ആളുകൾക്ക് യാതൊരു വിധത്തിലുള്ള ജനങ്ങളോട് യാതൊരു വിധത്തിലുള്ള കമ്മിറ്റ്മെൻറ്റും ഇല്ലാതെ മുന്നോട്ട് പോകുന്ന ഒരു സാഹചര്യത്തിലാണ് കാര്യങ്ങൾ കൊണ്ടെത്തിയിരിക്കുന്നത്.